എല്ലാവർക്കും ഫാബ് കുക്കിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മമ്പാട് എന്ന് പറഞ്ഞ നിലമ്പൂരിനോട് അടുത്താണ്, മലപ്പുറമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എത്തിയില്ലേ. അപ്പോൾ എന്നെ മറന്നു എല്ലാവരും. അപ്പോൾ ഇതുവരെ മോളായിരുന്നു, ഒരു മാസമില്ല, എനിക്ക് തോന്നുന്നൊരു 4-5 വീഡിയോ ഞാൻ എടുത്തിട്ടാണ് പോയെ. പിന്നെ മോളാണ് ചെയ്ത്. ഒരു മാസം അല്ലേ റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് കഴിഞ്ഞ് വന്നു. ഷോപ്പിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്, പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് കാലിന് ചെറിയൊരു സർജറി ഒക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പം നിൽക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വരാതിരുന്നത്. അപ്പം നമുക്കിനി മുമ്പോട്ട് ഉള്ള യാത്രയിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണം. ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, മോളോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഓർത്തു. ഓക്കെ, എല്ലാത്തിനും താങ്ക്സ് കേട്ടോ. അപ്പം നമുക്കിനി ബക്രീദിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞു, അതൊക്കെ മോള് ഡീൽ ചെയ്തു. അപ്പം ഇനി നമുക്ക് ഓണമാണില്ലേ അടുത്തത് വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഓരോ കളക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കലങ്കാരി പ്രിന്റിലാണ് കേട്ടോ. ഓരോ പ്രിന്റുകളും ഓരോ മോഡലാണ്. അജ്രക്ക് കലങ്കാരിയൊക്കെ ഏകദേശം ഒരു മോഡൽ പ്രിന്റ് തന്നെയാണ്. ഇതാ നല്ല കോട്ടൻ്റെ ക്ലോത്താണ്. നല്ല മെറൂൺ കളറിനകത്ത് ഡിസൈൻ നോക്കിയാൽ എന്ത് ഭംഗിയാന്ന്. ബ്ലൂ കളറുണ്ട്, ചിക്കു കളറുണ്ട് അല്ലേ. മെറൂൺ കളറിനകത്ത് ഈ നല്ല ഭംഗിയിൽ ഈ കളറുകൾ വരുമ്പോൾ അടിപൊളിയായിരിക്കും. റേറ്റ് വരുന്നത് 130 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ മെറൂണിൻ്റെ വിട്ട് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 44 ഉണ്ട് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യാൻ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് ഇതിനകത്ത് പേച്ച് വർക്ക്, അതായത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് ജോർജറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോർജറ്റിൽ പീസ് വർക്കൊക്കെ നമുക്ക് യോക്കിൽ കൊടുക്കാം, അതുകൊണ്ട് ഷാൾ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കൊണ്ട് പീസ് നമുക്ക് സൈഡിൽ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ. കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി ഇനിയിപ്പോൾ എല്ലാവരും പട്ടുപാവാട ഉപയോഗിക്കുന്ന ഒരു ടൈമാണല്ലേ. അപ്പോൾ അതിന് ബ്ലൗസ്, സെറ്റ് സാരിക്ക് ബ്ലൗസ്, എല്ലാത്തിനും പോകുന്നൊരു അടിപൊളി കലങ്കാരി അജ്രക് മോഡൽ പ്രിന്റുകളാണ് കേട്ടോ. നല്ല അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ. ഈ ഓണത്തിന് പോകുന്ന എല്ലാവരും എടുക്കുന്ന ഒരു പ്രിന്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത്. റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. അതിൻ്റെ തന്നെ അടുത്തൊരു കളർ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ ഏകദേശം നമ്മൾ ജോർജറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജോർജറ്റും കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതും കൊണ്ട് വേണമെങ്കിൽ ബോട്ടം ആക്കാം, ഷാളോ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതും കൊണ്ട് യോക്ക് പീസൊക്കെ കൊടുത്താലും നല്ല ഭംഗിയാണ്. ഷാളോ ആക്കാം, ബോട്ടം ആക്കാം. ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ പീസുകളെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള ക്രീം കളറാണ്. ഒക്കെ ബേസിക് ആയിട്ടുള്ള കളറ് വരുന്നത് ഡാർക്ക് കളറാണ്. അതിൽ ക്രീം കളറുകളാണ് പ്രിന്റ് വരുന്നത്. നല്ല കോട്ടൻ്റെ ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 130 ആണ്. 44 ഇഞ്ചാണ് വിടുത്ത് കേട്ടോ. അപ്പം എല്ലാവരും ചോദിക്കുന്ന നല്ല സൂപ്പർ ക്ലോത്ത്. അപ്പോൾ സാരി ബ്ലൗസിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. സാരി ബ്ലൗസ്, ചുരിദാർ എല്ലാം ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ കോട്ടൻ്റെ ഫ്രോക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് അല്ലേ, ഡാർക്ക് ആയിട്ടുള്ള പീക്കോക്ക് ബ്ലൂ ആണ്. അതിൽ നല്ല റോസ്, അതേപോലെ നല്ലൊരു ചിക്കു കളർ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്ന പ്രിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബേസിക് കളർ നല്ല ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നല്ല പീക്കോ കളറാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. റേറ്റ് വരുന്നത് 130 ആണ്. മീറ്ററിന് 44 ഇഞ്ചാണ് വിടുത്ത് വരുന്നത്. അപ്പം നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു 2.5 ഒക്കെ മതി. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ നല്ലൊരു ബ്ലാക്ക് കളറ് കണ്ടോ. ബ്ലാക്കൊക്കെ അടിപൊളിയാണ് അല്ലേ കാണാൻ. ബ്ലാക്കിൽ നല്ല ചിക്കു കളറ്, ഗ്രീൻ കളറൊക്കെ ആയിട്ടുള്ള, അതായത് നമ്മുടെ ചെറുപയർ പച്ച എന്നൊക്കെ പറയാം അല്ലേ, മെഹന്തി ഗ്രീൻ. ചെറുപയർ പച്ച, മെഹന്തി ഗ്രീൻ എന്നും പറയത്തില്ല, ചെറുപയർ പച്ചയോടൊക്കെ ചേർന്നൊരു കളറ്. നല്ല സ്റ്റൈലായിട്ടുള്ള കളറാണ്. റേറ്റ് വരുന്നത് 130 ആണ് റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് കേട്ടോ വിട്ട് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. അപ്പോൾ ഇതും കൊണ്ടൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, യോക്ക് പോർഷനിൽ നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീൻ പീസ് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഷാളും വേണമെങ്കിൽ, ഷാള് വേണ്ടിയവർക്ക് ഷാള് വേണമെങ്കിൽ പ്ലെയിൻ കളർ എടുത്താൽ മതി. ഇല്ല ടോപ്പായിട്ട് മാത്രം ജീൻസിൻ്റെ കൂടെ ഉപയോഗിക്കാൻ അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. നല്ല കോട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ക്ലോത്താണ്. 130 ആണ്. 44 ഇഞ്ചാണ് വിട്ട് വരുന്നത്. അതിൻ്റെ തന്നെ നോക്കി ഒരു വെറൈറ്റി, എല്ലാം വെറൈറ്റി കളറുകളാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവരാത്ത കളറുകളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ചെറിയ, അതായത് സ്മോൾ പ്രിന്റിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണല്ലോ കൂടുതൽ കസ്റ്റമേഴ്സും. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ക്ലോത്താണ്. നല്ലൊരു മഡ് കളർ എന്ന് പറയാമോ, മഡ് കളർ പോലത്തെ മഡ് കളർ ഒരു ബ്രൗൺ കളറുടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ്. എന്നിട്ട് അതിൽ ഈ ചിക്കു കളർ എല്ലാത്തിനും വരുന്നുണ്ട് കേട്ടോ. എല്ലാ പ്രിന്റിലും വരുന്നുണ്ട് ചിക്കു കളറ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതേമാതിരി ഞാനിപ്പോൾ ജോർജറ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ജോർജറ്റിൽ ചെയ്തിട്ട് ഇതൊരു 1/2 മീറ്റർ ഒക്കെ വാങ്ങുകയാണെങ്കിൽ സ്ലീവിൻ്റെ എൻഡിങ്ങിൽ, അതേമാതിരി യോക്ക് പോർഷനിൽ
അതേമാതിരി ടോപ്പിന്റെ ഡൗണിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലോത്തും ആണ്, അതിന്റെ ഒരു പ്രിന്റും ആണ് കേട്ടോ. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള പ്രിന്റ് ആണ്. പ്രിന്റ് കാണുന്നുണ്ടല്ലോ അല്ലെ, നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാത്തിനും പറ്റുന്ന ക്ലോത്ത് ആണ്, കോട്ടന്റെ ക്ലോത്ത് ആണല്ലോ, കാംബ്രിക് കോട്ടൺ ആണ്. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. പ്രിന്റ് ഒക്കെ കാണാൻ അടിപൊളിയാണ്, നല്ല സ്റ്റൈലായിട്ടുള്ള പ്രിന്റ് ആണ്. റേറ്റ് വരുന്നത് 130 ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അടുത്ത് നമുക്ക് കുറച്ച് റയോൺ കണ്ടാലോ. റയോണിന്റെ ഒക്കെ നമ്മൾ നല്ല ഭംഗിയിലുള്ള, ഇത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ. തൂങ്ങോ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നല്ല ബ്ലാക്ക് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടോ. നമ്മളിപ്പോ കുറെ ഇപ്പൊ കുറെ കോട്ടന്റെ പ്രിന്റുകൾ കാണിച്ചില്ലേ. അപ്പൊ ഇതും കൊണ്ട് നല്ല ഭംഗിയിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേമാതിരി യോക്ക് പോർഷനിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോട്ടായിട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പൊ ഇത് സാധാ ഒരു ഫുൾ ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്യാം, എന്നിട്ട് അത് കോട്ട് പോലെ ചെയ്യാം. അതൊക്കെ ഓണത്തിനുള്ള ഒരു മോഡലുകളാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിനുള്ളതാണ് പ്ലെയിൻ ആയിട്ടുള്ള റയോൺ. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഈ പ്ലെയിൻ റയോണ്. പക്ഷെ നല്ല അടിപൊളി, നല്ല എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്ത് ആണ്. നല്ല തിക്നെസ് ഒക്കെ ഉണ്ട്. ഇത് ഈ തൂങ്ങുന്ന പ്രോബ്ലം ഒന്നും വരുന്ന ക്ലോത്ത് അല്ല കേട്ടോ. നല്ല വെറൈറ്റി ക്ലോത്ത്, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് ഈ റയോണ്. റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. മീറ്ററിന് 130 ആണ് ഈ റയോണിന് റേറ്റ് വരുന്നത്. ബ്ലാക്ക് കളർ. അതേപോലെ തന്നെ നമുക്ക് വൈറ്റും ഉണ്ട്. വൈറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വൈറ്റും കൊണ്ട് വേണമെങ്കിൽ ടോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ബോട്ടത്തിനും എല്ലാത്തിനും പറ്റും. ഇനി ടോപ്പും ബോട്ടവും ഇതാക്കിയിട്ട് നമ്മൾ ആ പ്രിന്റുകൾ കൊണ്ട്, കോട്ടന്റെ പ്രിന്റും കൊണ്ട് നമുക്ക് ഷോളാക്കാം. അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഈ വർക്ക് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ചെറിയ വർക്കുകൾ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലര് ഇതൊരു 2.25 മീറ്റർ എടുക്കാം, മറ്റേത് 2.25 മീറ്റർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് എനിക്ക് തോന്നുന്ന യോക്ക് പോർഷനിലൊക്കെ കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. സ്ലീവിന്റെ എൻഡിങ്ങിൽ അങ്ങനെയൊക്കെ നമുക്ക് മോഡലാക്കാൻ പറ്റും. അതൊക്കെ നമ്മളുടെ ഐഡിയ ആണ്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാടെന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റിച്ച് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടല്ല, റണ്ണിങ് മെറ്റീരിയൽ അല്ലേ. അപ്പൊ ഈ റണ്ണിങ് മെറ്റീരിയൽ വാങ്ങുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ മോഡൽ ഒരുപാട് അറിയാം. ഇപ്പൊ എനിക്ക് ബക്രീദിന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിട്ട ഫോട്ടോകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറെ കസ്റ്റമർ ഇവിടെ വന്നവരും ഇട്ട് വന്ന് ഇന്നൊക്കെ ഇതിലൂടെ പാസിംഗ് ഒക്കെ ആയപ്പോൾ കയറി. ഇന്ന് നമ്മുടെ ഷോപ്പ് അതായത് പെരുന്നാളിന്റെ അന്ന് മാത്രം നമ്മൾ ഷോപ്പ് തുറക്കാഞ്ഞുള്ളൂ. പിറ്റേ ദിവസം ഷോപ്പ് തുറന്നിരുന്നു. അപ്പം അന്ന് ഇതിലൂടെ പോയവരൊക്കെ പാസിങ്ങിൽ കയറി ആ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്. എല്ലാവരും നല്ല മോഡലിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമുക്കൊക്കെ വളരെ സന്തോഷം ഇങ്ങനെ കാണുമ്പോൾ. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൂടെ പോയപ്പോൾ കയറിയതാട്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു, നമുക്കതൊരു സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിനെ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ അടുത്തത് വരുന്നത് നമ്മൾ റിങ്കിൾ റയോൺ ആണ് കേട്ടോ. അപ്പോൾ ഓഫറിലുള്ള ക്ലോത്തുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ള റിങ്കിൾ റയോൺ ആണ്. ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, ഒരു മെറൂൺ കളറും റോസ് കളറും കൂടി സ്റ്റൈലായിട്ട് റാണി പിങ്ക് എന്ന് പറയാം അല്ലെ. റാണി പിങ്ക് ആണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു കളറാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ബോർഡർ വരുന്നുണ്ട് ഡൗണിലോ. 58 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ. നല്ല സ്മോൾ പ്രിന്റ്. അതാണെങ്കിൽ നമ്മൾ സാധാ കാണുന്ന ക്ലോത്തിനേക്കാളും നല്ല ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു റിങ്കിൾ റയോൺ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം റിങ്കിൾ റയോൺ ഒന്നും എല്ലാവർക്കും തികഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ കുറച്ച് മീറ്ററേ ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട്. അവർക്ക് അറിയാം റിങ്കിൾ റയോൺ എങ്ങനെയാണ് നമ്മുടെ എന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ, വേണമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു ഡിലേ വരുന്നൊന്നും പ്രോബ്ലം ഒന്നും ഇല്ല. അതെന്ന് വെച്ചാൽ ഡിലേ വന്നതെന്ന് വെച്ചാൽ നമ്മളെയും കൂടെ താങ്ങാൻ പറ്റുന്നത് അധികം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഓഫർ ഇട്ടു. കഴിഞ്ഞ ആഴ്ചത്തൊന്നും നമുക്ക് ഡീൽ ചെയ്യാനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല. എന്താ കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം മുമ്പ്, അതായത് ബക്രീദിന്റെ ആ തിരക്ക്, അത് നിങ്ങൾക്ക് അറിയാം. ഷോപ്പിൽ തിരക്കുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, എത്തിക്കണം. അപ്പൊ നമുക്കൊന്ന് കുറച്ച് ഡിലേ ഒക്കെ അന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ക്ലിയർ ആയി. നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടാതെയാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടോ. ഒക്കെ ക്ലിയർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, അതിനകത്തോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതാ നല്ല ഭംഗിയിലുള്ള ക്ലോത്ത്. ഇപ്പൊ അപ്പൊ തന്നെ റിപ്ലൈ തരുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 100 റുപ്പീസേ ഉള്ളൂ കേട്ടോ. റിങ്കിൾ റയോൺ ആണ്. റിങ്കിൾ റയോൺ 58 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. എന്ത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്ലോത്ത് ആണ്. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാതെ വാങ്ങാൻ പറ്റുന്ന ക്ലോത്ത് ആണ് അല്ലേ. അപ്പൊ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ 100. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ഉള്ള ജോർജറ്റിൽ തന്നെ ഡബിൾ ഷെയ്ഡ് തുറന്നു വരി 4 ഷെയ്ഡ് അല്ലേ. നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നല്ല സ്മൂത്ത് ആണ് കേട്ടോ. ഈ ക്ലോത്തിന്റെ ഇരുന്നിക്ക് നല്ല തിക്നെസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഒരു ക്ലോത്ത്. ലൈനിങ് കൊടുക്കണം എന്നുണ്ടോ, അത്ര സ്മൂത്ത് ആണ്. ഈ ബാക്ക് സൈഡ് കണ്ടോ, നല്ലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സൈസ് ജോർജറ്റ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഓർഗൻസ ജോർജറ്റ് എന്നൊക്കെ പറയും. നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ആണ്.
അത് നമ്മൾ ഇന്ന് 160 കൊടുക്കേണ്ട ക്ലോത്ത് നമ്മൾ ഇന്ന് 130 തരുന്നത് കേട്ടോ. 130 രൂപയാണ് കേട്ടോ. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത 4 ഷെയ്ഡ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഇങ്ങനെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല അതിന്റെ കളർ ഷെയ്ഡുകൾ നോക്കിയേ, നല്ല വൈറ്റ്, ഒരു പീച്ച് കളറ്, പിന്നെ അതിൽ നിന്ന് ഒരു റോസ്, അങ്ങനെ അങ്ങനെ മാറി മാറി നല്ല ഡാർക്ക് കളറിലോട്ട് വരികയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഈ കളർ ക്ലോത്ത് എടുക്കും, ഈ കളർ ക്ലോത്ത് എടുക്കും, അങ്ങനെ 4 കളർ ക്ലോത്ത് എടുത്ത് ജോയിന്റ് ചെയ്തൊക്കെ ചെയ്യണം. അപ്പൊ അതിനൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് സാരിക്ക് വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതാ നമുക്ക് വൈറ്റിനോട് ഷെയ്ഡ് ഇഷ്ടമെങ്കിൽ വൈറ്റ് വന്നിട്ട് ഇങ്ങനെ ചെയ്യാം. നോക്കിയാൽ നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോംബോ ആണ്. 4 കളറിലാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ക്ലോത്ത് സാധാ ജോർജറ്റ് ഒന്നും അല്ല, നല്ല അടിപൊളി എന്താ പറയാ, ഇത് ഓർഗൻസ ജോർജറ്റ് എന്നൊക്കെ പറയാം. അത്ര സ്മൂത്ത് ആണ് ക്ലോത്ത്, നല്ല തിക്നെസ് ഉണ്ട്, നല്ല അടിപൊളി ജോർജറ്റ്. അതിന്റെ ബാക്ക് സൈഡ് വൈറ്റ് കളർ വരുമ്പോൾ നമുക്കറിയാം ഈ ക്ലോത്ത് എങ്ങനത്തെയാണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ, സാധാ ജോർജറ്റ് അല്ല, നല്ല വെറൈറ്റി ക്ലോത്ത് ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 130 ആണ്. 160 കൊടുക്കേണ്ട ക്ലോത്ത് ആണ് നമ്മൾ 130 തരുന്നത്. ഇത് തന്നെ പല ക്വാളിറ്റിയിലും വരുന്നുണ്ട്, പക്ഷെ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ഇതാ അടുത്ത ഷെയ്ഡ് വരുന്നത് കണ്ടോ, നല്ലൊരു വൈറ്റ് കളറ്, പിന്നെ അവിടുന്ന് ഒരു കോഫി കളറ്, പിന്നെ ഒരു നല്ലൊരു മെറൂൺ കളറ്, നല്ല ബ്ലാക്ക്. 4 ഷെയ്ഡാണ് ഈ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതും. ഇതിൻ്റെ തന്നെ ബാക്ക് സൈഡ് നോക്കിയാൽ നല്ല നല്ല ക്ലോത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പിടിച്ചാൽ കിട്ടുന്ന ക്ലോത്ത് ആണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് പോകുന്ന സൈസ് ക്ലോത്തും അല്ല. ബാക്ക് സൈഡ് കണ്ടോ, നല്ലൊരു വൈറ്റ് കളർ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ്. ഇത് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ 4 ഷെയ്ഡില് നമ്മുടെ ജോർജറ്റ് അല്ലേ, നല്ല സ്റ്റൈലാണ്. ലൈറ്റ് കളറ്, പിന്നെ അതിനോട് ചെറുതൊരു ഡാർക്ക് കളർ വന്നു, പിന്നെ ഒരു ഡാർക്ക് കളർ, എനിക്കൊന്ന് 4 5 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നത്. നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കണ്ടോ. റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. 130 രൂപയാണ്. എന്ത് വേണമെങ്കിലും ഇപ്പൊ ഇനി ഓണമായി കഴിഞ്ഞാൽ ഈ മോഡലൊക്കെയാ ഫുള്ള് സാരിയായിട്ടും ചുരിദാറായിട്ടും എന്തെല്ലാം മോഡൽ വേണം എല്ലാത്തിനും പറ്റുന്ന ഒരു ക്ലോത്ത്. അപ്പൊ നമുക്കത് കുറച്ച് കളറുകളെ കിട്ടിയിട്ടുള്ളൂ, ഒരു 3 കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഇതിന്റെ ഒരു കളർ കോംബോ ആണ് കേട്ടോ. അതിനേക്കാളും നല്ല ഭംഗിയിൽ നല്ലൊരു അടുത്തത് വരുന്നു. എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ, നല്ലൊരു ബ്ലൂ കളറ്, അവിടുന്ന് മാറി ഒരു കളർ വന്ന്, പിന്നെ ഓറഞ്ച് വന്നു, ഓറഞ്ചിൽ നിന്ന് മാറി വന്നൊരു കോഫിയിലോട്ട് അവസാനിക്കുന്ന ഒരു കളർ. അടിപൊളിയായിട്ട് ഇത് രണ്ടും നല്ല കോംബോയാണ് കേട്ടോ. ഈ കളറുകൾ തമ്മിൽ ഈ ഓറഞ്ച് നീല ഷെയ്ഡ് നമുക്ക് വേറെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. നമ്മൾ ഈ കളർ കോംബോ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കണ്ടോ. എല്ലാവർക്കും ചേരുന്ന കളറും. അപ്പൊ എന്ത് നിങ്ങൾക്ക് സാരിക്ക് വേണമെങ്കിൽ സാരി ആക്കാം, ഉടുപ്പ്, ഫ്രോക്ക്, എല്ലാം, സ്കേർട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ കുറെ പ്രിന്റുകൾ കാണിച്ചു, അതും കൊണ്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാം, എല്ലാം. എന്ത് ഇപ്പോഴത്തെ മോഡൽ കൂടുതലും സ്കേർട്ട് വരുന്നുണ്ടല്ലേ, അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ക്ലോത്ത് ആണ്. അടിപൊളി കോംബോ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. 4 ഷെയ്ഡിലാണ് വരുന്നത്. നല്ല സ്റ്റൈലൻ ക്ലോത്ത് ആണ് കേട്ടോ. ക്ലോത്ത് നല്ല ലുക്ക്, എന്താ പറയാ, നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലോത്ത് ആണ്. സാരിക്കും എല്ലാത്തിനും തിക്നെസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ 44 ഇഞ്ചായിരിക്കും വിട്ട് വരുന്നത്. 44 ഇഞ്ചായിരിക്കും വിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ സാരി ആയിട്ടോ എന്ത് വേണമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് നമുക്ക് ഓഫർ ക്ലോത്തുകൾ കാണാം. അത് കഴിഞ്ഞ് ഹക്കോബയുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഈ മോഡൽ ക്ലോത്ത് കൊണ്ട് പല പല ക്ലോത്തുകളുണ്ട് കേട്ടോ. ഓഫർ ക്ലോത്ത് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് കാണിച്ച പ്രിന്റിന് ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുകളാണെല്ലാം. അടിപൊളി ജോർജറ്റിന്റെ ക്ലോത്ത് ആണ്. 58 ഇഞ്ച് വിട്ടുണ്ട്. നല്ലൊരു സ്ലേറ്റ് കളർ എന്ന് പറയാം അല്ലെ, സ്ലേറ്റ് കളറാണ്. നല്ല ഭംഗിയിലുള്ള ഒഴുകിക്കിടക്കുന്ന അടിപൊളി ക്ലോത്ത് കണ്ടോ. റേറ്റ് വരുന്നത് 70 റുപ്പീസ്, 70 രൂപയേ ഉള്ളൂ. ജോർജറ്റിന്റെ ക്ലോത്ത് ആണ്. 58 ഇഞ്ച് വിട്ടാണ്. ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ. അതിന്റെ അടുത്ത കളറാണ് നല്ലൊരു ആഷ് കളറ്. നല്ല അടിപൊളി ക്ലോത്തും ആണ് കേട്ടോ. ഇത് നല്ല ഒരു ഫ്ലോയിങ് ആയിട്ടുള്ള ജോർജറ്റിന്റെ ക്ലോത്ത് ആണ് കണ്ടോ. നല്ല നിങ്ങൾക്ക് സാരി ആയിട്ടോ, സാരിക്കാണെങ്കിൽ വിട്ട് കൂടുതലായിരിക്കും. 44-നേക്കാളും വിട്ടുണ്ട്, 58 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിട്ടരിച്ച് കുറച്ചാൽ മതി. അതാ നല്ല ഭംഗിയിലുള്ളൊരു ക്ലോത്ത് ആണ് കണ്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ആഷ് കളർ അല്ലെ, ആഷ് എന്ന് പറയാൻ പറ്റുമോ, ആഷ് ഗ്രേ ഒക്കെ ആയിട്ടുള്ള മിക്സഡ് കളറാണ്. സൂപ്പർ ക്ലോത്ത് ആണ്. നല്ല ഫ്രില്ലൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ തയ്ച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഫ്രോക്ക് എന്ന് മാത്രമല്ല, ഗൗണ ടൈപ്പ് ചെയ്യാൻ പറ്റും, എല്ലാത്തിനും പറ്റും. ഇനിയിപ്പോൾ നമുക്ക് മഴയാണ് അല്ലേ, മഴയ്ക്കൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാം, ടോപ്പും ബോട്ടം ഷാളും ഇത് തന്നെ ചെയ്യാം. എന്നിട്ട് സൈഡിൽ കൂടെ ലേസ് ഒക്കെ കൊടുത്താൽ അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ക്ലോത്ത്. ഇനി അടുത്തത് വരുന്നത് ഒക്കെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ്. 58 ഇഞ്ചാണ് വിട്ട് വരുന്നത്. ഇതാ എന്ത് സ്റ്റൈലാണ് നിൽക്കുക, നല്ലൊരു ബെറി കളർ എന്ന് പറയാൻ പറ്റുമോ, ഒരു ബെറി കളറും മെറൂണും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു കളറാ അല്ലേ.
രണ്ടും കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ. ഒരു മെറൂണും കൂടെയാണ്, മെറൂണും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല സ്റ്റൈൽ ഉണ്ട് കാണാൻ. റേറ്റ് വരുന്നത് 58 ഇഞ്ചാണ്. ഇത് കണ്ടോ, ഒരു ലൈൻ പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അങ്ങനെയാണ് ജോർജറ്റ്, നല്ല സൂപ്പർ ജോർജറ്റ് ആണ്. പറ്റ നൈസ് അല്ല, ലൈനിങ് എന്നാലും കൊടുക്കേണ്ടി വരും. ജോർജറ്റ് ആകുമ്പോൾ നമുക്ക് ലൈനിങ് കൊടുക്കണമല്ലോ. 58 ഇഞ്ചാണ് വിട്ടിട്ട്. എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ടോപ്പും ബോട്ടവും കൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിരിക്കും കാണാൻ. എന്നിട്ട് ഷോള് നമുക്ക് വേറെ കളർ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ ചോയ്സ്, നമുക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് വരുന്നത് ജെന്റിൽമാൻ ആണ് കേട്ടോ. പല പല ക്ലോത്തുകളാണ് ഓഫറിൽ വരുമ്പോൾ, അല്ലാതെ സെയിം ആയിട്ടുള്ള ക്ലോത്തുകൾ നമുക്ക് ഒരുപാട് കൊണ്ടുവരാൻ പറ്റില്ല. ജെന്റിൽമാൻ ഒന്നും കൊണ്ടുവന്ന ഒട്ടും തികയാത്ത ഒരു ക്ലോത്താണ്. റേറ്റ് വരുന്നത് ഇന്ന് ജെന്റിൽമാനിന് 90 റുപ്പീസാണ് കേട്ടോ. 90 രൂപയുള്ളൂ. നല്ല ഭംഗിയിലുള്ള യെല്ലോ കളറ് എത്ര കൊണ്ടുവന്നാലും തികയാത്ത ഒരു കളറാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്രൈറ്റ്നസ് ആയിട്ടുള്ള യെല്ലോ ആണ്. നല്ല സ്റ്റൈലാണ് കാണാൻ കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ യെല്ലോയെ. അപ്പം നല്ല സ്റ്റൈലായിട്ട്. അപ്പം നമുക്ക് യെല്ലോ ഹക്കോബയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഉള്ളിൽ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് പുറത്തു കൂടി സ്ട്രെഗായിട്ട് നിങ്ങൾക്ക് ആ യെല്ലോ ഹക്കോബയും കൊണ്ടും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ജെന്റിൽമാൻ ഒക്കെ 160 റേറ്റ് വരുന്ന ക്ലോത്ത് ആണ് നമ്മൾ ഇന്ന് 90 റുപ്പീസിന് തരുന്നത് കേട്ടോ. അധികം ക്ലോത്ത് ഇല്ല, അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ. അടുത്തത് വരുന്നത് നല്ല ഒരു BSYയുടെ ക്ലോത്ത് ആണ്. BSYയുടെ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. 60 ഇഞ്ച് വിട്ട് വരുന്ന ക്ലോത്ത് ആണ്. 60 മീൻസ് 58 തന്നെ കൂട്ടിയാൽ മതി. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഒരു ക്ലോത്ത് ആണ്. കണ്ടോ, നല്ല ഭംഗിയിലുള്ള എന്താ ബോട്ടിൽ ഗ്രീൻ അടിപൊളി ബോട്ടിൽ ഗ്രീൻ്റെ ക്ലോത്ത് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു മോഡല്. ഉള്ളിൽ ഗൗൺ പോലെ സ്റ്റിച്ച് ചെയ്യാം, മേളിൽ കോട്ടായിട്ട് നമുക്ക് ഹക്കോബകളുണ്ട്, അത് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്. അതേപോലെ തന്നെ കോട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് നമ്മുടെ അജ്രക് പ്രിന്റ് കാണിച്ചു അല്ലേ. ആ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കോട്ടൺ. അതുകൊണ്ടൊക്കെ ഇതിന് മുകളിൽ കൂടെ കോട്ട് പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. അല്ല എങ്കിൽ ഗ്രീനൊക്കെ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയിൽ ഒരു പീസ് കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് കൂടെ വേണമെങ്കിൽ ബീഡ്സ് വർക്ക് കൂടെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അതിനൊക്കെ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് BSY. അടുത്തതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. നോക്കി, നല്ല ഒരു ചിക്കു കളർ എന്ന് പറയാം. ചിക്കു കളറിൽ നോക്കി ലൈൻ വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ. ഒരു ഫേവറേറ്റ് ക്ലോത്ത് ആണ്. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. അതിൻ്റെ ഡിസൈൻ തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. നല്ലൊരു ചിക്കു കളറിൽ ലൈറ്റ് ചിക്കു കൊണ്ട് ലൈനായിട്ട് വരുന്നൊരു ക്ലോത്ത്. റേറ്റ് വരുന്നത് 100 റുപ്പീസാണ്. 58 ഇഞ്ചാണ് കേട്ടോ വിട്ട് വരുന്നത്. നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. എല്ലാവർക്കും നിങ്ങൾ വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് മുമ്പ് നമ്മളൊരു റോസ് കളറ്, പീച്ച് കളറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിലും കുറച്ചും കൂടി അടുത്ത് വരുന്ന ലൈനാണ്. അങ്ങനെ കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ലോത്ത്, നല്ല സ്മൂത്ത് ആണ്. നോക്കി, ഒഴുകി കിടക്കുന്ന നോക്കി, എന്ത് ഭംഗിയിലാണ് ഒഴുകി കിടക്കുന്നതെന്ന്. നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ല 100 റുപ്പീസാണ്. ഇപ്പോൾ 1.5 മീറ്ററൊക്കെ മതി ഒരു ടോപ്പ് ചെയ്യുന്നതിന് കേട്ടോ. അത്രയും മതിയാവും. അപ്പം നിങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള നല്ല, ഞാൻ പറഞ്ഞു ഇപ്പോൾ ഫ്രില്ലായിട്ടുള്ള മോഡൽ നല്ല എന്ത് ഭംഗിയിലാണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയോ. നല്ല അംബ്രല ചെയ്യാം. അതേമാതിരി എനിക്കൊന്ന് ഡൗണിലായിട്ട് ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ട് നല്ല വിടർത്തി ഇങ്ങനെ പിടിച്ചാൽ ഒരു 5 മീറ്റർ ഒക്കെ എടുത്ത് നല്ല സൂപ്പറായിട്ട് ചെയ്യാം. നല്ല സ്റ്റൈലായിരിക്കും കാണാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റും. ഇനിയിപ്പോൾ മാരേജ് സീസൺ ആണല്ലേ, ഒരുപാട് പേര് മാരേജിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്ലോത്തുകളാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി കുറച്ചൊരു ഹക്കോബയും കൂടെ കാണിച്ചിട്ട് അടുത്ത് കാണിക്കാം. അതേപോലെ ഹക്കോബയും കൊണ്ട് ഇപ്പോൾ ഒരുപാട് മോഡലുകൾ സ്റ്റിച്ച് ചെയ്യുക അല്ലേ. കഴിഞ്ഞ ദിവസം മോള് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഫ്രിൽ മോഡൽ. അത് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്നായിട്ട് ഇട്ടില്ലെന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടാവും. നല്ല തട്ടായിട്ട് ഫ്രില്ല് ഇട്ടിട്ടുള്ള മോഡലാണ്. യോക്ക് പോർഷന് കുറച്ചിട്ടു, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രില്ല്, അങ്ങനെ നല്ല 6 മീറ്ററിലാണ് നമ്മളത് ചെയ്തത്. നല്ല ഫ്രില്ല് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്താണ്. ബോൾ പ്രിന്റ് എന്നാണ് കേട്ടോ. ഈ ഹക്കോബയുടെ പേര് ബോൾ പ്രിന്റ് എന്നാണ്. ഹോൾസ് ഹക്കോബ തന്നെയാണ് കേട്ടോ. യെല്ലോ കളർ, ഞാനൊരു യെല്ലോ കളർ കാണിച്ചല്ലോ. അതിൻ്റെ മുകളിൽ കൂടി ഇത് കോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുള്ളിൽ നല്ലൊരു ഭംഗിയിലൊരു ടോപ്പായിട്ട് ചെയ്യാം. അതിനൊക്കെ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഹക്കോബ കാണിക്കുന്നത്. അതിനൊക്കെ ചേർന്ന ഹക്കോബകളാണ്. 125 ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 125 ആണ്. വിട്ട് വരുന്നത് 40 to 43 ഉണ്ടാവുള്ളൂ. അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ഹക്കോബയാണ് കേട്ടോ. ബ്ലാക്ക് ഹക്കോബ നോക്കിയാൽ നന്നായിട്ട് ഹോൾസ് ഉള്ളൊരു കളറാണ്. അപ്പൊ ഇതും യെല്ലോടെ ഒക്കെ മോളി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതാ യെല്ലോ കളർ നമ്മൾ എടുത്തു. ആ യെല്ലോ കളറിന്റെ മേളിലൊന്ന് ഇത് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നോക്കിയാൽ യെല്ലോടെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടോ എടുത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ യെല്ലോ കളർ ഡാർക്ക് യെല്ലോടെ പ്രിന്റ് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ മോഡലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല സൂപ്പർ ആയിരിക്കും. ഹോൾസ് അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ റേറ്റ് വരുന്നത് ഈ ഹക്കോബയ്ക്ക് റേറ്റ് വരുന്നത് 140 ആണ്.
മറ്റേ ബോൾ പ്രിന്റുകൾക്കൊക്കെ 125 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്തൊന്ന് നോക്കാവേ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ബോൾ പ്രിന്റ് തന്നെയാണ്. എന്ത് സ്റ്റൈലുള്ള കളറാന്ന് നോക്കിയേ. റേറ്റ് വരുന്നത് 125 ആണ്. നല്ലൊരു ഗ്രേപ്പ് കളർ അല്ലേ, നല്ല ഗ്രേപ്പ് കളർ ആണ്. ഹോൾസ് ഹക്കോബയാണ്, ബോൾ പ്രിന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു 3 മീറ്റർ 3.5 മീറ്റർ കൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾക്ക് 6 മീറ്റർ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം. നല്ല ഫ്രില്ലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലാണ് കാണാൻ കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഒരുപാട് മോഡൽ ചെയ്യാൻ പറ്റുന്ന ക്ലോത്താണ് 125 റേറ്റ് വന്നത്. അതിൻ്റെ തന്നെ ഒരു വൈറ്റ് കളറാണിത്. ബോൾ പ്രിന്റ് ഒക്കെ വൈറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു കളറാണ്. ഇതാ നല്ല ഭംഗിയിലുള്ള ഹക്കോബ. റേറ്റ് വരുന്നത് 125 ആണ്. വിഡ്ത്ത് വരുന്നത് 42 ഇഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. 42 ഇഞ്ചാണ്. 40 to 43 ഇഞ്ച്, 44 ഉണ്ടാവില്ല കണ്ടോ. നല്ല ഭംഗിയിലുള്ള ബോൾസ് ഹക്കോബ. ബോൾസ് പ്രിന്റ് എന്നാണ് ഈ പറയുന്നതിന് കേട്ടോ. നല്ല ബോൾ പോലെ കണ്ടില്ലേ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ്. 125 ആണ് കേട്ടോ. അടുത്ത് നമുക്ക് കാണാനുള്ളത് ഞാൻ വെയർ ചെയ്തേക്കുന്ന മോഡൽ ക്ലോത്താണ് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള പീകോക്ക് ബ്ലൂ ആണ്. അതിന് പ്ലെയിൻ ക്ലോത്തും ഉണ്ട് കേട്ടോ. ഈ ക്ലോത്തൊക്കെ നല്ല സ്മൂത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരുപാട് പ്രാവശ്യം വെയർ ചെയ്തിട്ടുണ്ടല്ലേ. നല്ല കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ്. വെയർ ചെയ്യാനും നല്ലൊരു സ്മൂത്ത് ആയതുകൊണ്ട് നല്ലൊരു സ്റ്റിഫ്, നല്ല എന്താ പറയുക, ദേഹത്തോട്ട് അങ്ങനെ ഒരു ഇറിറ്റേഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്താണ് കേട്ടോ. ഇപ്പം ഒരു മാസം വീട്ടിലിരുന്നപ്പോൾ കുറച്ച് തടിയൊക്കെ കൂടി, അപ്പോൾ കുറച്ച് ലൂസായ ഡ്രസ്സുകളാണ് ഇപ്പോൾ ഇടാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയിലുള്ള ക്ലോത്താണ് കണ്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്താൽ നല്ല നമ്മുടെ ദേഹത്തോട്ട് ഒതുങ്ങി കിടക്കുന്ന ക്ലോത്താണ്. അപ്പോൾ സാരിക്ക് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ഒതുങ്ങി കിടക്കുന്ന ക്ലോത്താണ് കേട്ടോ ഇത്. അപ്പം നല്ല ജോർജറ്റാണ്, ബ്ലൂമിങ് ജോർജറ്റാണിത്. അതിന് ഷോൾ വരുന്നത് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തവരാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ക്ലോത്ത് എങ്ങനെയാണ്. അപ്പം നല്ല അടിപൊളി ക്ലോത്താണ്. ആ സെയിം ക്ലോത്ത് തന്നെയാണ്. അതിൻ്റെ കളർ ഒരുപാട് പേര് ഇന്നും എൻക്വയറി ആണ്, ഇത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ബ്ലാക്കും എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കും എത്തിയിട്ടുണ്ട്. പക്ഷെ ബ്ലാക്കിൻ്റെ നമുക്ക് കറക്റ്റ് ഷെയ്ഡല്ല രണ്ടും കൂടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ കറക്റ്റ് ഷെയ്ഡ് ആയതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇനി ബ്ലാക്ക് ഷാൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സാധനം ഇവിടെ അവൈലബിൾ ആണ്. നല്ലൊരു സ്കാലപ്പ് വരുന്ന ക്ലോത്ത് അല്ലേ. അപ്പം ഇതുകൊണ്ട് നമുക്ക് യോക്ക് ഇങ്ങനെ ചെയ്യാം. താഴോട്ട് ഡൗണിൽ അംബ്രല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. എന്ത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് മോഡൽ എല്ലാവർക്കും അറിയാം. നല്ല ഭംഗിയിൽ എല്ലാവരും അത് കൈകാര്യം ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. എന്നുവെച്ചാൽ ഫോട്ടോകൾ കാണുമ്പോൾ അറിയാമല്ലോ. നിങ്ങളുടെ കഴിവുകളൊക്കെ അങ്ങനെ മക്കൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് പേര് എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് വലിയ തയ്യലൊന്നും അറിയുന്നൊന്നുമില്ല, പക്ഷെ എന്നാൽ ഇത് ഇട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് പോകുമ്പോൾ എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു നമ്മൾ ചെയ്ത ഒരു പ്രവർത്തിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് കേൾക്കുമ്പോൾ നല്ലൊരു നമുക്ക് ഉള്ളിലൊരു എന്താ പറയുക, ഒരു ഇഷ്ടമല്ലേ, നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും അല്ലേ. ഞാൻ ചെയ്തു നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ അതേമാതിരി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഞാൻ എല്ലാവരോടും അല്ല പറയുന്നത്, ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവരോടാണ് പറയുന്നത്. ഇതാ നല്ല സ്റ്റൈലായിട്ടുള്ള മെഹന്തി ഗ്രീൻ ആണ് അടുത്ത കളറ്. മെഹന്തി ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ്. എനിക്ക് കാലിന് വേദനയുണ്ട് കുറേ നേരം നിൽക്കുമ്പോൾ. അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള മെഹന്തി ഗ്രീൻ ആണ് കണ്ടോ. നല്ല സ്റ്റൈലായിട്ടുള്ള മെഹന്തി ഗ്രീൻ. അതിൻ്റെ തന്നെ നല്ലൊരു നോക്കിയേ, കാണുന്ന എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. അതിൻ്റെ ഷാള് നോക്കിയേ, നല്ല സ്റ്റൈലായിട്ടുള്ള ഷാളാണ്. റേറ്റ് വരുന്നത് 150 ആണ്. ഞാൻ ഫസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടില്ല. ഷോളിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസാണ് കേട്ടോ. 90 റുപ്പീസാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ക്ലോത്താണ്. നല്ല സ്മൂത്ത്. നിങ്ങൾക്ക് സാരി ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിലുള്ള ക്ലോത്താണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതും കൊണ്ട് നിങ്ങൾക്ക് ഇനി സ്ലീവ് മാത്രം കൊടുത്തിട്ട് ബാക്കി ഫുള്ള് ഗൗൺ പോലെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, ചുരിദാറായിട്ട് സ്റ്റിച്ച് ചെയ്യാം. കുറേ കസ്റ്റമേഴ്സ് ഇതും കൊണ്ട് തന്നെ ടോപ്പ് ബോട്ടം ചെയ്യും, ഇത് ഷാളാക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, എങ്ങനെ വേണമെന്നുള്ള. കുട്ടിൽ കുടുപ്പിനൊക്കെ പറ്റുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള സെയിം ക്ലോത്ത് നിങ്ങൾ ഇത്രയും കാലം പർച്ചേസ് ചെയ്ത അതേ ക്ലോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. 90 റുപ്പീസാണ് ഇതിന് വരുന്ന. പ്ലെയിന് വർക്കിന് വരുന്നത് 150 ആണ് കേട്ടോ. അടുത്തത് വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ. ബോട്ടിൽ ഗ്രീൻ നമുക്ക് ഇന്ന് 2 കാണിക്കുന്നുണ്ട്. ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് 58 ഇഞ്ച് വിഡ്ത്താണ്, ജോർജറ്റ് ആണ്. പക്ഷെ ഇത് ബ്ലൂമിങ് ജോർജറ്റ് ആണ്. നല്ല അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ. 90 റുപ്പീസാണ് വരുന്നത് മീറ്ററിന് റേറ്റ്. അപ്പോൾ അതിൻ്റെ തന്നെ ഷോളിൻ്റെ ക്ലോത്ത് സെയിം ആണ്. ഇപ്പം ഇത് പ്ലെയിൻ നിങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഷോൾ എടുത്താൽ കിട്ടില്ല. അപ്പോൾ ഷോളിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോൾ ഇവിടുന്ന് എടുത്തിട്ട് നിങ്ങൾ പ്ലെയിൻ ക്ലോത്ത് വേറെ നോക്കിയാൽ അതും കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരേപോലെ വരില്ല. ഇത് രണ്ടും ഒപ്പം നമ്മൾ ചെയ്ത് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരേ കളറിൽ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ചിലപ്പം വേറെ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പ്ലെയിൻ തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ ഷോളും ചോദിച്ച് വരും. അപ്പോൾ കിട്ടില്ല, ഒരിക്കലും നമുക്കത് കറക്റ്റ് ആകില്ല. ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. ഇത് ഒരേ ഈ ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ എംബ്രോയിഡറി വർക്കും ചെയ്തിരിക്കുന്നത്.
സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വിട്ട് വരുന്നത് ഇതിനൊരു 38 വിട്ട് വരെ വരുള്ളൂ, ഇത് 44 ആണ്. അപ്പൊ അങ്ങനെ, അപ്പൊ ഇതും കൂടെ നിങ്ങൾക്ക് സാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം, ഇത് സാരിയാക്കാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം. നല്ല അടിപൊളി ക്ലോത്തുകളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരും പർച്ചേസ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മോളെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദി. അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.